ഇപ്പോഴുള്ള സ്വപ്നയേക്കാളും ശക്തിയായ കഥാപാത്രമായിരുന്നു ശോഭ. അത് ശോഭന ജോർജിൻ്റെ ഒരു മൊഴി പോലും എടുക്കാതെ, എൻ്റെ കേസിൻ്റെ ഇതിൽ വാദത്തിൽ വന്നപ്പം സി എന്നെ പറഞ്ഞു, ഒരു മൊഴി പോലും എടുക്കാതെ അവർ ഫാക്സ് സന്ദേശം തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ അരുൺകുമാർ സിൻഹ കോഴിക്കോട് പോലീസ് കമ്മീഷണർക്ക് ഇത് അറിയിക്കാൻ എൻ്റെ ഓഫീസിൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാക്സ് സന്ദേശം കൊടുക്കുന്നത്. ഇത്ര വൃത്തികെട്ട സ്ത്രീകളെയൊക്കെയാണ് പിന്നെ പിണറായി വിജയൻ കൂടെ കൂട്ടിയിട്ട് ഇത്ര ഭരണം ഭരിക്കുന്നത്. പിന്നെ എങ്ങനെ ഈ നാട് എങ്ങനെ ശരിയാവും? നമസ്കാരം. 3 വർഷം മുമ്പ് ചില സുപ്രധാന വെളിപ്പെടുത്തലുകൾ ക്രൈം ചാനൽ ചീഫ് എഡിറ്റർ ശ്രീ ടി.പി. നന്ദകുമാർ മറുനാടൻ ഷാജൻസ് കറിക്ക് നൽകിയ അഭിമുഖത്തിൽ നൽകിയിരുന്നു. അന്ന് സുവർണക്കടത്ത് കേസും സ്വപ്ന സുരേഷും കത്തി നിൽക്കുന്ന സമയത്താണ് ഈ അഭിമുഖം പുറത്തു വരുന്നത്. ആ അഭിമുഖത്തിൽ ചില സുപ്രധാന വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് ശ്രീ ടി.പി. നന്ദകുമാർ. അതിൽ പിണറായി വിജയൻ സ്വപ്ന സുരേഷിനേക്കാൾ പേടിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്നും പറയുന്നു, ശോഭ. ആരാണ് ഈ ശോഭ എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ആരാണ് ഈ ഭയങ്കരി? പിന്നീട് പല സംഭവ വികാസങ്ങളും നടന്നു. അതെല്ലാം സവിസ്തരം വിവരിക്കുന്നുണ്ട്. അതിലൂടെ ചില സുപ്രധാന വെളിപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ശ്രീ ടി.പി. നന്ദകുമാർ. ഇന്നും കാലിക പ്രസക്തമാണ് പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഈ വെളിപ്പെടുത്തലുകൾ എല്ലാം തന്നെ. ആ വെളിപ്പെടുത്തലുകളിലേക്ക് 75 വയസ്സായി, രോഗിയാണ്, ഈ കാശെല്ലാം കൂടെ സമ്പാദിച്ച് പേര് ദോഷം എന്തു കാണിക്കാനയക്ക്? അത് അദ്ദേഹമല്ലേ നിശ്ചയിക്കണം, ഞാനാണോ നിശ്ചയിക്കേണ്ടത്? അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ്. ഞാൻ ഒരിക്കലും പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ആരാധകനായിരുന്നു. പിണറായി വിജയന് വേണ്ടി പ്രസംഗിക്കുന്ന ആളായിരുന്നു ഞാൻ. ഗുരുവായൂരപ്പൻ കോളേജിൽ SFIയുടെ സജീവ പ്രവർത്തകനായിരുന്നു. അടിയന്തരാവസ്ഥ ശേഷം കോളേജിൽ ഇലക്ഷനിൽ SFI കാൻഡിഡേറ്റ് എന്നുള്ള രൂപത്തിൽ, SFI സ്ഥാനാർത്ഥി എന്നുള്ള SFI പ്രവർത്തകൻ എന്നുള്ള രൂപത്തിൽ ക്ലാസ് കയറി പ്രസംഗിക്കുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം പറയുക പിണറായി വിജയനെ കുറിച്ചിട്ടാണ്. എൻ്റെ ആരാധ്യനായ, അതായത് അടിയന്തരാവസ്ഥയിലെ ഭീകര സംഭവങ്ങളെക്കുറിച്ച് മോഹൻ പേര് മറന്നു, അദ്ദേഹം ദേശാഭിമാനിയിൽ എഴുതിയ ലേഖന പരമ്പരയിൽ കൂടെ അന്ന് നടന്ന ഭീകര സംഭവങ്ങളിൽ അദ്ദേഹം എൻ്റെ സാഹസികനായ ഏറ്റവും ആരാധ്യനായ നേതാവായിരുന്നു. എന്തിനാണ്? പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി, പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് സംസാരിക്കാനുള്ള അതിന് വേണ്ടിയിട്ട് പോരാടിയ നേതാവ്. അങ്ങനെയുള്ള നേതാവിന് വേണ്ടിയിട്ട് ഞാൻ അത് പറയുമ്പോൾ എനിക്ക് ആവേശം ഉണ്ടാവുക. പിന്നെ എങ്ങനെ നിങ്ങൾ ശത്രുവായി മാറിയത്? ഞാൻ ശത്രുവല്ലല്ലോ. അദ്ദേഹത്തെ പറ്റിയുള്ള സത്യങ്ങൾ പറയുന്നത് ശത്രുവാണ്. നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല ഇതുവരെ. ഇല്ല, കാണാൻ ശ്രമിച്ചിട്ടില്ല അയാളെ? എനിക്ക് കണ്ട ആവശ്യം വന്നിട്ട്. പുള്ളിക്കാരൻ ശ്രമിച്ചിട്ടുണ്ട്, നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? എന്നെ വിളിച്ചു എന്ന് പറയുന്നത് നേരിട്ട് എന്നെ വിളിച്ചിട്ടില്ല. ആ സമയത്ത് ഈ കാര്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഓഫീസ് കത്തിച്ച സമയത്ത് എന്നെ എറണാകുളത്തുള്ള ഒരു CPM നേതാവ് എൻ്റെ സുഹൃത്ത് വഴി കാണാൻ വന്നിരുന്നു. ആവശ്യം എന്താണ്? ഒറ്റ ആവശ്യമുള്ളൂ, എന്നോട് വിരോധമില്ല, പക്ഷേ ഇത് തന്ന പാർട്ടിയിൽ ചോർത്തി തന്ന, അതിനകത്ത് തെളിവുണ്ടെന്നാണല്ലോ, ഈ ചോർത്തി തന്ന് നിങ്ങളെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എല്ലാം തന്ന ആളാരാന്ന് വ്യക്തമായി. നിങ്ങൾ പറഞ്ഞല്ലോ മരിച്ചതുകൊണ്ടാണോ പറയുന്നത് ബാലാനന്ദൻ്റെ പേര്? അല്ലേ, പറയത്തില്ല. ബാലാനന്ദൻ അല്ലല്ലോ അത്. ചോർത്തി തന്നത് മാത്രം ബാലാനന്ദൻ മാത്രമല്ല, ദേശാഭിമാനിയിൽ ഉണ്ടായിരുന്ന ഒരു ശോഭ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, EK നാരായണൻ്റെ ഓഫീസിൽ ഏറ്റവും ശക്തിയായുള്ള കഥാപാത്രമാവുകയും അവർക്ക് അവിഹിതമായ രൂപത്തിൽ വരിലേക്ക് സ്വാധീനം ഉണ്ടാവുകയും ചെയ്ത സ്റ്റോറി ഞാൻ പ്രസിദ്ധീകരിച്ചു. അങ്ങനെ ഇത് മാത്രമല്ലല്ലോ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ പാർട്ടിന്ന് ആര് ചോർത്തി തന്നു? അന്ന് ഈ ബാലനെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല, മരിച്ചതിന് ശേഷം ഞാൻ വെളിപ്പെടുത്തി. അതിന് മുമ്പ് തന്നെ ഏകദേശം എല്ലാവരും ഞാൻ പറഞ്ഞു. ശോഭ ആരാണ്? ശോഭ എന്ന് പറയുന്നത് CMAയുടെ ഭർത്താവിൻ്റെ അനിയത്തിയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കുറച്ച് കുറേ കാലം മുമ്പുള്ള അവരാണ്. ശോഭയാണ് ഇവരെ TMCMA തോമസ് ഐസക് വഴിയാണ് സീമ ഈ രംഗത്തേക്ക് വരുന്നത്. സീമ വഴി അങ്ങനെ സീമേനെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ശോഭയാണ്. അങ്ങനെയാണ് സീമ വരുന്നത്. ശോഭ പിന്നീട് റിച്ചാർഡ് ഫ്രാങ്കിൻ്റെ സെക്രട്ടറി ആയിട്ട് ഇപ്പം അമേരിക്കയിൽ പ്രവർത്തിക്കുകയാണ്. അത് തോമസ് ഐസക് വഴിയാണ് റിച്ചാർഡ് ഫ്രാങ്കിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത്. അവർ ഇവിടെ ഏറ്റവും ശക്തി കേന്ദ്രമായിരുന്നു. മുഖ്യമന്ത്രി ഓഫീസ് വർക്ക് ചെയ്തിട്ടില്ല. ഒരു കൺസൾട്ടൻസി ദേശാഭിമാനിയിൽ അവരുടെ പഴയ പത്രങ്ങളെല്ലാം തന്നെ DTP ചെയ്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. 15 ലക്ഷത്തിൻ്റെ ആണ് അവർക്ക് കൊടുത്തത്. അവിടെയുള്ള ആൾക്കാരെ ജോലി എടുത്തത്. അവർക്ക് 15 ലക്ഷം കിട്ടി. പിന്നെ പിണറായി നടന്നു വന്നിരുന്ന ആൾ പിന്നെ വലിയ കാറുകളിലും പല കാറിലും പിണറായി വിജയൻ്റെയും തോമസ് ഐസക്കിൻ്റെയും MA ബേബിയുടെയും P ശശിയുടെയും കൂടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി അവർ വളർന്നിരുന്നു. ഇപ്പോഴുള്ള സ്വപ്നയേക്കാളും ശക്തിയായ കഥാപാത്രമായിരുന്നു ശോഭ. അതായിരുന്നു ഞാൻ പബ്ലിഷ് ചെയ്തത്. അതായിരുന്നു ലാവലിനോടൊപ്പം ഏറ്റവും പിണറായി തോമസ് ഐസക് തമ്മിൽ ചേരുന്നില്ലല്ലോ. അതപ്പം
ആ സമയത്ത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, അവരൊറ്റക്കെട്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് പബ്ലിഷ് ചെയ്തൊരു സാധനമായിരുന്നത്. അപ്പോൾ 2005 ഫെബ്രുവരി ലക്കത്തിൽ മാർച്ച് ലക്കമായിരുന്നു. ആ ലക്കത്തിൽ പബ്ലിഷ് ചെയ്തൊരു സാധനം ഫെബ്രുവരി 15 to 28. ഈ തെളിവുകളെല്ലാം ഉണ്ടായിട്ടും കേരളത്തിലെ പത്രങ്ങൾ എന്താണ്, മനോരമയടക്കമുള്ള പത്രങ്ങൾ എന്താണ് ചെയ്യാത്ത പിണറായി വിജയൻ? അത് അവരോട് തന്നെയല്ലേ ചോദിക്കേണ്ടത്, എന്നോടാണ്. എന്നാലും അത് അവർ പറയട്ടെ, എൻ്റെ കാര്യം ഞാൻ പറയും. എൻ്റെ ഒരു തെളിവ് കിട്ടുന്ന കാര്യം ഞാൻ പബ്ലിഷ് ചെയ്യും. അത് സത്യമാണെങ്കിൽ ഇപ്പോൾ ആരാണ് ശരി, ഞാൻ പബ്ലിഷ് ചെയ്യും. ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ. പിണറായി വിജയനെ കുറിച്ചിട്ട് ആരെങ്കിലും വാർത്ത പ്രസിദ്ധീകരിച്ചാൽ എന്താ ഉണ്ടാകാൻ പോകണമെന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒറ്റയ്ക്ക് പബ്ലിഷ് ചെയ്യുകയും അതിനെ നേരിടുകയും അദ്ദേഹത്തിനെതിരെ ഞാൻ CBI എൻക്വയറി കൊണ്ടുവരികയും ചെയ്ത ആളാണ്. പിണറായി വിജയൻ ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വിജയനെക്കുറിച്ച് എന്താണ്, നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് അറിയാവുന്നത്, എന്താണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ഇരുണ്ട മുഖം പിന്നിലുണ്ട്. അത് തുറന്നു കാണിച്ചാൽ കേരളത്തിൻ്റെ ഭീകരമായ പല കാര്യങ്ങളും പുറത്തു വരും. അത്രമാത്രമാണ് ഇപ്പം പറയുന്നത്. കൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ പാർട്ടിയെ നശിപ്പിക്കാൻ കഴിയും. കാരണം ഞാനൊരു CPM പ്രവർത്തകനായി പ്രവർത്തിച്ച ഒരാളാണ്. എൻ്റെ കുടുംബം, എൻ്റെ പിതാവ് എന്ന് പറയുന്നത് EMS അടക്കമുള്ള പ്രമുഖരായ ആളുകളെ ഒളിവിൽ താമസിപ്പിച്ച് 1948 പിന്നെ പാർട്ടി കാർഡ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പിന്നെ ജനിക്കുമ്പോഴേ പാർട്ടി EMS AKG സുന്ദരയ്യ സിന്ദാബാദ് എന്ന് പറഞ്ഞ് കേട്ടിട്ടാണ് നമ്മളൊക്കെ വളരുന്നത്. അപ്പോൾ പാർട്ടി മനസ്സിനുള്ളിൽ ലയിച്ച് കിടക്കുകയാണ്. പക്ഷെ അന്ന് പറഞ്ഞിരുന്ന സമീപനമല്ല ഞാൻ പത്രപ്രവർത്തകനായപ്പോൾ ഞാൻ കണ്ടത്. ഈ TP വധക്കേസിലൊക്കെ ബന്ധമുണ്ടോ പിണറായിക്ക് നേരിട്ട്? 100% പിണറായി അറിയാതെ ആ സാധനം ഇങ്ങനെ നടക്കുക വിഡ്ഢിത്തമല്ലേ? അതിൽ ഇപ്പം ചോദ്യം ചോദിച്ചോണ്ട് അതിൽ വ്യക്തമായി വന്നിരുന്നു. ഒരു ഘട്ടത്തിൽ നമ്മുടെ മന്ത്രി, അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സെറ്റിൽ ചെയ്തതാണ്. ഞാനത് പബ്ലിഷ് ചെയ്തിരുന്നു. അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കൈ വ്യക്തമായിട്ടുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് ഞാനത് പബ്ലിഷ് ചെയ്തിരുന്ന കാര്യം. എൻ്റെ 2 ചോദ്യം കൂടെ അതുമായി ബന്ധപ്പെട്ട്. ഒന്ന്, ഈ പിണറായി വിജയൻ ഇത്രയും വലിയൊരു കൊടും ഭീകരനാണെങ്കിൽ പിണറായി വിജയനാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ അറ്റാക്ക്. എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ്സുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴൊന്നും പിണറായിയുടെ ഈ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തി വെളിയിൽ കൊണ്ടുവന്നിട്ട് അയാളെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചില്ല? എന്തുകൊണ്ടാണ് ഇപ്പം BJP കേന്ദ്രം ഭരിക്കുന്നു, അവരൊന്നും ചെയ്യുന്നില്ല? BJPയുടെ നിങ്ങൾ പറഞ്ഞു, ഒരു തിയറി പറഞ്ഞു. അതായത് എല്ലാവർക്കും അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ പല കാര്യങ്ങളുണ്ടാവുമല്ലോ. പിണറായി കോൺഗ്രസ്സുകാരെ ഇതാക്കാതിരിക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇതേപോലെ ചില ആൾക്കാർക്കൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം പിണറായി ചെയ്യുന്ന എന്താ ഫോൺ ചോർത്തിയും രഹസ്യ പോലീസിനെ വിട്ടും അവർ ചോർത്തിയെടുക്കുകയും ഇവരെ രഹസ്യങ്ങൾ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യല്ലേ എല്ലാവരെയും. ഇപ്പം തന്നെ ഉണ്ടായത് എന്താ, ഇപ്പോൾ പത്രപ്രവർത്തകരെ കംപ്ലീറ്റ് ബ്ലാക്ക്മെയിൽ ചെയ്ത് വെച്ചിരിക്കല്ലേ. അവരൊരു കേസുണ്ട്. പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുത്ത സർക്കാർ ഫണ്ട് തിരിമറി നടത്തി എന്ന് പറഞ്ഞിട്ടാണ് ഡൽഹി മാത്രമല്ല കേരളത്തിൽ പല സ്ഥലത്തും പല പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് ഇവിടെ ബ്രിട്ടാസും VM മനോജും ഒക്കെ ഇവരെ ഭീഷണിപ്പെടുത്തി ഇല്ലെങ്കിൽ കേസിൽപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടാണ് ഈ സപ്പോർട്ട് ഉണ്ടാക്കി വെച്ചത്. സപ്പോർട്ടല്ല അത്, പിന്നെ പണം കൊടുത്ത് PR വർക്ക് ചെയ്തിട്ടില്ലേ സപ്പോർട്ട്, അല്ല വേറെ എന്ത് സപ്പോർട്ട്? അതേസമയത്ത് ഈ ഭരണത്തിൽ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ 2015 മുതൽ സൈലൻ്റ് ആയിരുന്നു. ഈ ഇലക്ഷന് ശേഷം ഞാൻ സൈലൻ്റായി 4 വർഷം സൈലൻ്റ് ആയിരുന്നു. പിണറായി വന്നു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും ധരിച്ചിരുന്നു ഞാൻ അതിൻ്റെ അകത്ത് മുന്നോട്ട് ഇറങ്ങി വരും എന്നുള്ള. എന്നോട് പല പത്രപ്രവർത്തകരും പല നേതാക്കന്മാരും പല ആളുകളോട് ചോദിച്ചിരുന്നു. എന്താണ് കാരണം എന്ന് വെച്ചാൽ ഇലക്ഷന് മുമ്പായിട്ട് എന്നെ പല CPMലെ എൻ്റെ നാട്ടിലുള്ള CPM സാധാരണ പ്രവർത്തകരും അതായത് പ്രമുഖരായ ചില CPM നേതാക്കന്മാർ അതുപോലെ ബന്ധപ്പെട്ട ആളുകളും എന്നെ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ 1997 മുതൽ P ശശിയെ തുറന്നു കാണിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. P ശശിയുടെ ഈ ഫൈറ്റ് ചെറിയ ഫൈറ്റൊന്നുമല്ല. എന്നെ അർദ്ധരാത്രി പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ കൊണ്ടുപോയി കൊല്ലാൻ കൊണ്ടുപോയ ഒരാളാണ്, വ്യക്തമായി കൊല്ലാൻ കൊണ്ടുപോയ ആളാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഞാൻ വരുന്നത്. അപ്പോൾ അന്ന് മുതൽ അതിൻ്റെ സ്റ്റോറി ഞാൻ പറയാം, അത് പറഞ്ഞിട്ട് തുടങ്ങുന്നല്ലേ. അതായത് ഐസ്ക്രീം പാർലർ പെൺവാണിഭം എന്ന് പറയുന്നത് തെളിവുകളെല്ലാം പരിശോധിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയാണ് മുഖ്യപ്രതി. ഞാൻ മാത്രമാണ്, ക്രൈം മാത്രമാണ് അത് എക്സ്പോസ് ചെയ്തിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ ദേശാഭിമാനി മിണ്ടിയിട്ടില്ല. ആ കാലഘട്ടത്തിൽ മറ്റു പത്രങ്ങളൊന്നും മിണ്ടിയില്ല. കുഞ്ഞാലിക്കുട്ടി മുടിചൂടാ മന്നനായിരിക്കുന്ന സമയത്താണ് ഞാനത് പ്രസിദ്ധീകരിക്കുന്നത്. എന്നെ തട്ടിക്കൊണ്ടാൻ വന്നു. ഞാൻ ആദ്യം പ്രസിദ്ധീകരിച്ച സമയത്ത് തട്ടിക്കൊണ്ടാൻ വന്നു. റൌഫ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലാണ്, അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ നേതൃത്വത്തിലാണ് ഗുണ്ടകൾ വന്നതിനെ തട്ടിക്കൊണ്ടാൻ വന്നത്. ഞാൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. എന്നാൽ അവിടെ വെച്ച് അവർ ഡിക്ലെയർ ചെയ്തു, ഇനി ഇത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് പരസ്യമായി ഡിക്ലെയർ ചെയ്തു പോയി. അങ്ങനെ അയാൾ എൻ്റെ പരാതിൻ്റെ അടുത്ത് അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, കൂടുതൽ അന്വേഷണത്തിന് പോയി. കാരണം അവരിങ്ങനെ വരണമെങ്കിൽ ഇതിൻ്റെ അത് ശക്തമായ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെയാണ്
അന്ന് പറഞ്ഞു പോയി ഇ കെ നായനാരടക്കം പെണ്ണുള്ളെടുത്ത് പെൺവാണിഭം എന്ന് പറയുന്ന പ്രസ്താവനയ്ക്ക് ഇറക്കുന്നതിന് കാരണം ഈ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷപ്പെടുത്തി അവരുടെ നേതാവായ പി ശശിയെ പി ദാസനെ കോഴിക്കോട് മേയർ പ്രതിയാക്കി എന്നുള്ള വലിയ ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ യാതൊരു തെളിവുമില്ല എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള തെളിവുകളെക്കുറിച്ച് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കല്ലട സുകുമാരൻ വിശദമായ റിപ്പോർട്ട് ഗവൺമെൻറ് കൊടുത്തിരുന്നു. ആ റിപ്പോർട്ട് പി ശശി സ്വന്തം കയ്യിൽ വെച്ചിട്ട് കുഞ്ഞാലിക്കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് 1 കോടി രൂപ വാങ്ങി കേസ് അട്ടിമറിച്ചു എന്ന് ഞാൻ പബ്ലിഷ് ചെയ്തു. ഇതിനെതിരെ എനിക്ക് പി ശശി നോട്ടീസ് അയച്ചു. ആ നോട്ടീസ് അയച്ചപ്പം ഞാൻ അതിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ കേസ് ഫയൽ ചെയ്യൂ, ഞാൻ ബാക്കി കോടതിയിൽ ഹാജരാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മറുപടി കൊടുത്തു. എന്നാൽ പി ശശി എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തില്ല. മാത്രമല്ല അടുത്ത ലക്കത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധോലോക മാഫിയ പ്രവർത്തിക്കുന്നു, പി ശശിയാണ് അതിൻ്റെ ആൾ. ആ ഓഫീസ് വെച്ച് തന്നെ ഈ പല പെൺകുട്ടികളെ പോലീസ് ഓഫീസർമാരെ അടക്കം ഇത്തരം കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റോറി ചെയ്തു. കൃത്യമായിട്ട് എവിഡൻസ് അടക്കമാണ് ഞാൻ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇത് പി ശശിക്ക് ഭയങ്കര തലവേദനയായി, കേരള രാഷ്ട്രീയത്തിലും ഭയങ്കര പ്രശ്നമായി. ഇത് ക്രൈം അല്ലാതെ വേറെ ആരും പബ്ലിഷ് ചെയ്യുന്നില്ല. അപ്പോൾ ആ സന്ദർഭത്തിലാണ് ശോഭന ജോർജ് എന്ന പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് MLA പരാതി പറയുന്നത്. എന്താണ് പരാതി? അവരെക്കുറിച്ച് ഞാൻ പബ്ലിഷ് ചെയ്ത അവരൊരു അഴിമതിയും അതേപോലെ ഒരു ബ്ലൂ ഫിലിം കേസിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറി ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ബോംബായിരുന്നു ആ ബ്ലൂ ഫിലിം കാസറ്റ്. കാരണം മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ശോഭന ജോർജിനെ ഉപയോഗിച്ചെടുത്ത കാസറ്റായിരുന്നു. അതിനെ ആസ്പദമാക്കിയുള്ള ഒരു കെ കരുണാകരൻ ആ കെ കരുണാകരൻ വഴിയാണ് എനിക്ക് ആ കാസറ്റ് കിട്ടുന്നത്. അപ്പോൾ ആ കാസറ്റിനെ കുറിച്ചുള്ള സ്റ്റോറി ഞാൻ പബ്ലിഷ് ചെയ്തു. മാത്രമല്ല അവർ കൈക്കൂലി വാങ്ങി എന്നുള്ള. അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്ത സമയത്ത് 1999 ജൂൺ 25 ചെങ്ങന്നൂരിൽ ഒരു കോപ്പികൾ കംപ്ലീറ്റ് പിടിച്ചെടുക്കുകയും അതിൻ്റെ ലേഖനം പിടിച്ച് പോലീസ് കസ്റ്റഡി എടുക്കുകയും ചെയ്തു. ഭയങ്കര പ്രശ്നമായപ്പോൾ അവർ വിട്ടു. പക്ഷേ ഞങ്ങൾ പരാതി കൊടുത്തു, SP പരാതി ആലപ്പുഴ. അപ്പോൾ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പി ശശിയുമായി പ്ലാൻ ചെയ്തു. പി ശശി എന്താ വെച്ചാൽ എന്നെ വിരോധിയായി കാണുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ ബ്ലാക്ക് മെയിലർ എന്ന് പറയുന്ന ഒരു സ്റ്റോറി ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് പി ശശിയെ ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുള്ള ഒരു അഡ്വക്കേറ്റിനെ കൊണ്ട് അവരൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഉണ്ടാക്കി. ഞാൻ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു, അതിൻ്റെ പേരിൽ പൈസ കിട്ടാത്തതുകൊണ്ടാണ് പബ്ലിഷ് ചെയ്ത് പറഞ്ഞിട്ട് 100% കള്ള വാർത്ത. കാരണം ഞാൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സ്റ്റോറി ചെല്ലുന്നത്. പി ശശിൻ്റെ ആവശ്യം ശോഭന ജോർജിൻ്റെ ഒരു പരാതി കിട്ടുകയെന്ന് മാത്രമാണ്. ആ പരാതി എങ്ങനെയാണ് കൊടുക്കേണ്ടത് പറഞ്ഞത്? പ്രതിപക്ഷമുള്ള പ്രമുഖരായ ആളുകളെല്ലാം കൂടി വന്ന് കൊടുക്കണം. അങ്ങനെയാണ് 4 ഗ്രൂപ്പായിരുന്നു കോൺഗ്രസ്സിൽ. ആ ഗ്രൂപ്പിലെ പ്രതിനിധീകരിച്ച് ഉമ്മൻചാണ്ടി ഒരു പരാതി കൊടുക്കാൻ വേണ്ടി പോയതാണ്. ഉമ്മൻചാണ്ടി, ആര്യാട മുഹമ്മദ്, കാർത്തികേയൻ, പിന്നെ തങ്കച്ചൻ, ഈ 4 പേരുടെ കൂടെയാണ് EK നായനാർക്ക് ഉച്ചയ്ക്ക് കൊണ്ടു കൊടുക്കുന്നത്. പി ശശിയാണ് ഇത് മേടിക്കുന്നത്. ഈ പരാതി കിട്ടിയപ്പോഴാണ് എനിക്ക് വിവരം കിട്ടി എന്നെ അറസ്റ്റ് ചെയ്യാനും ജയിലടയ്ക്കാനും ശ്രമമുണ്ടെന്ന് കിട്ടി. അത് കിട്ടിയപ്പോഴാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ എനിക്ക് വിവരം കിട്ടി എന്നെ കിട്ടിയാൽ അപ്പം അറസ്റ്റ് ചെയ്യുന്നുള്ളത്, എന്നെ അപ്പം അടച്ച് എന്നെ നശിപ്പിക്കും എന്നുള്ളത് മനസ്സിലായി. ഞാൻ അവിടെ നേരെ എറണാകുളം എത്തി ജസ്റ്റിസ് കൃഷ്ണയ്യരെ കണ്ടപ്പോൾ എന്നോട് കൃഷ്ണയ്യർ പറഞ്ഞു, നന്ദകുമാർ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നേരെ പോയി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കാം, 2 പത്രസമ്മേളനം നടത്തുക ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ട്. അങ്ങനെ 1999 ജൂൺ 29 ഞാൻ കോഴിക്കോട്, 30 രാവിലെ ഞാൻ കോഴിക്കോട് എത്തുന്നു. അങ്ങനെ ഞാൻ പത്രസമ്മേളനം വിളിക്കാൻ വേണ്ടി ബുക്ക് ചെയ്യുന്നു. എല്ലാ പത്രക്കാരുടെയും പറയും നാളെ ഞാൻ ശോഭന ജോർജിൻ്റെ ഒരു ബ്ലൂ ഫിലിം കേസിലടക്കയ്ക്കും വരിക, ഇങ്ങനെ എനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടെന്ന് ഞാൻ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഈ ബ്ലൂ ഫിലിം അന്ന് വന്നിട്ടില്ല, വെളി വന്നിട്ടില്ല വാർത്ത പത്രത്തിൽ വന്നു, ക്രൈമിൽ വന്നു. ക്രൈമിൽ 2005 അതെല്ലാവർക്കും കൊടുക്കാൻ തീരുമാനിച്ചു. എല്ലാവരും ഞാൻ തെളിവ് പറയണമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഈ ലെറ്ററിൻ്റെ ഉള്ളടക്കം നന്നായിട്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് ആര്യാട മുഹമ്മദ് വിളിച്ച് പറഞ്ഞു തന്നു, ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നുള്ളൊരു പരാതിയാണ് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയാൻ മാത്രമല്ല, എന്നോട് പറഞ്ഞു ശോഭന ജോർജിന് നിങ്ങൾ എഴുതിയെല്ലാം സത്യമാണെന്ന് അദ്ദേഹം രാത്രി വിളിച്ചപ്പം എന്നോട് പറഞ്ഞു. ആദ്യം എന്നോട് നിഷേധിച്ചെങ്കിൽ അയാൾക്ക് മനസ്സിലായത് കള്ളത്തരാണെന്ന് മനസ്സിലായി, പരാതി കൊടുത്തതൊക്കെ കള്ളത്തരാണെന്ന് ഒരു ഇതിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലായി. അങ്ങനെ കോഴിക്കോട് എത്തി. ഞാൻ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തു, പത്രസമ്മേളനത്തിന് ബുക്ക് ചെയ്തു. അന്ന് രാത്രി അർദ്ധരാത്രി എന്നെ അറസ്റ്റ് ചെയ്തു. രാത്രി 1 മണിക്കാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞത് പോലീസ് സ്റ്റേഷൻ കമ്മീഷനൊന്നും കാണുന്ന രാത്രി
അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണെന്നുള്ളത്. ഞാൻ തർക്കത്തിന് നിന്നാൽ അവരടിക്കും. ഞാൻ അവിടെ നിന്ന് പോകുന്ന ശേഷം എൻ്റെ വീടിന് ചുറ്റും വടിയും കുന്തവുമായിട്ട് ആൾക്കാർ പോണത് കണ്ടു. കാരണം എന്നെ എന്തെങ്കിലും ഓടി രക്ഷപ്പെടുക, എന്നെ അടിച്ച് വീഴ്ത്താനും എന്നെ കൊല്ലാനും വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത് മനസ്സിലായി. അങ്ങനെ എന്നെ രാത്രി കോഴിക്കോട് ആഴ്ചവട്ടത്തുള്ള വീട്ടിൽ നിന്ന് 1999 രാത്രി അറസ്റ്റ് ചെയ്ത് അങ്ങനെ കമ്മീഷണർ പത്മകുമാറിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. പത്മകുമാറിൻ്റെ അടുത്ത് അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എന്നെ യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞത്, പത്മകുമാർ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറയാൻ എങ്ങനെയാണ് ഇപ്പോൾ കഴിയുക? നിങ്ങൾ എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല, എൻ്റെ ഭാര്യേനെ കൊണ്ട് ഒപ്പിടിക്കണം, നിങ്ങളെല്ലാം നിയമപരം ഇതിനാണ് ചെയ്തത്, എന്താണ് കേസ് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എല്ലാം CI അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പറഞ്ഞിരുന്നു. അങ്ങനെ എന്നെ അവിടുന്ന് നേരെ കസ്ബ സ്റ്റേഷനിലും അങ്ങനെ അവിടുന്ന് മാറ്റി കോഴിക്കോട് വേറെ സ്റ്റേഷനിൽ അങ്ങനെ മാറ്റി എന്നെ ഉച്ചയാകുമ്പോൾ തിരുവനന്തപുരത്ത് എത്തിച്ചു. പക്ഷേ അപ്പോൾ എനിക്ക് അതിന് മുമ്പ് തന്നെ തലേ ദിവസം ഞാൻ ട്രിവാൻഡ്രം വന്നപ്പോൾ എന്നെ ഇവിടെ രാജശേഖരൻ നായർ ചാരക്കേസ് കള്ളമാണെന്ന് തെളിയിച്ച ദ സ്പൈസ് ഫ്രം സ്പേസ് എന്നുള്ള പുസ്തകം എഴുതിയ അദ്ദേഹം ഈ വിവരം അറിഞ്ഞിരുന്നു വേറെ വഴിക്ക്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ചില സ്റ്റോറികളൊക്കെ ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നു. ആ ലക്കത്തിലും അദ്ദേഹം പബ്ലിഷ് ചെയ്ത സ്റ്റോറി ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ക്രൈമിൽ കൊടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞു ശോഭന ജോർജ് ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ശോഭന ജോർജ് പറഞ്ഞത് നന്ദകുമാർ എന്ന് പറയുന്ന ആളും ഉണ്ടാവില്ല, ക്രൈം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഇത് P ശശിയാണ് ചെയ്യുന്നതെന്നൊക്കെ എല്ലാ കാര്യങ്ങളും അവർ തുറന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ രാജശേഖരൻ നായർ ശോഭന ജോർജിനെ കുറിച്ചൊരു നല്ല സ്റ്റോറി ചെയ്തിരുന്നു സാവി മൈ സൊസൈറ്റിയിലൊക്കെ. അങ്ങനെ അവർ നല്ല ബന്ധമായിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ സത്യാവസ്ഥ അന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നന്ദകുമാർ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. ഞാനത് വീട്ടിൽ ഏൽപ്പിച്ചിരുന്നായിരുന്നു. എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ രാജശേഖരൻ നായർ വിളിച്ച് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് എന്നെ അറസ്റ്റ് ചെയ്ത സമയത്ത് പിറ്റേ ദിവസം എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് രാജശേഖരൻ നായർ അറിയിച്ചു. അങ്ങനെ ലോകായുക്തയിൽ രാവിലെ അദ്ദേഹം പരാതി കൊണ്ടുപോകും. രാവിലെ വലിയ അതിന് മാത്രം ബന്ധമൊന്നുമില്ല നിങ്ങൾക്ക്? അങ്ങനെ അതിന് മുമ്പ് ഇങ്ങനെ ഒരു വലിയ ബന്ധമില്ല. എന്നിട്ട് പുള്ളി പോയി പരാതി കൊടുത്തു. അദ്ദേഹം ഈ കാര്യം അറിയാം, എന്നെ അന്ന് ചെയ്തില്ലെങ്കിൽ എന്നെ കൊല്ലപ്പെടും, ജയിലിൽ കൊണ്ടുപോയി എന്നെ കൊല്ലും, ക്രിമിനലിനെ കയറ്റിയിട്ട് കൊല്ലുക എന്നുള്ളതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അല്ല, മനസ്സിലായി. അപ്പോൾ അത് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, പരാതി കൊടുത്തു. അന്ന് രാത്രി തന്നെ എൻ്റെ ഓഫീസ് പോലീസ് കയറി ശോഭന ജോർജിൻ്റെ ബ്ലൂ ഫിലിം കാസറ്റും P ശശിയുടെ ഇതുമായി ഐസ്ക്രീം പാർലർ പെൺമണിയും എല്ലാ രേഖകളും, ഇതേപോലെ നമ്മളെ ബേബിയുടെ വിലപ്പെട്ട രേഖകൾ കോടതി വിധി പറയുന്നുണ്ട്. കോടതി രോഗികളുടെ എടുത്തുകൊണ്ടിരുന്ന കോടതിയിൽ അയാൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രേഖകളെല്ലാം കടത്തിക്കൊണ്ടേ രാത്രി. അത് കേരളത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് AK ആന്റണി നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട് ഈ കാര്യം. അങ്ങനെ എന്നെ തിരുവനന്തപുരത്ത് എത്തിച്ചിട്ട് രസകരമായ സംഭവം അവിടെ നിന്ന് ഉണ്ടാകുന്നു. കാരണം എന്നെ എത്തുമ്പോഴേക്ക് ലോകായുക്തയിൽ പരാതി കൊടുത്ത് ജഡ്ജ് നേരിട്ട് എന്നെ ബോധ്യപ്പെടുകയാണ്. രാജശേഖരൻ നായർ ലോകായുക്തയോട് പറയുകയാണ്, ഇപ്പോൾ നന്ദകുമാറിനെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ നന്ദകുമാറിനെ പിന്നെ കാണില്ല, നാളെ എന്നെ ഇത് മാറ്റിവെച്ച് വേറെ ദിവസം വെച്ച് കഴിഞ്ഞാൽ നന്ദകുമാർ ജീവനോടെ ഉണ്ടാവില്ല, അതുകൊണ്ട് രക്ഷപ്പെടുത്താൻ ഇപ്പം DGPയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്ന് പറയുക. അത് ബോധ്യപ്പെട്ട ലോകായുക്ത ഡയറക്റ്റ് അന്നത്തെ DGP ആയ ശാസ്ത്രിയോട് പറയുകയാണ്, നന്ദകുമാർ എന്ന് പറയുന്ന ആളോട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തിന്? ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സുരക്ഷിതമായിരിക്കണം, അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങളായിരിക്കും ഉത്തരവാദി എന്ന് ശക്തമായൊരു ഇത് വന്നോടുകൂടിയിട്ടാണ് കൃത്യമായിട്ട് ഞാൻ എവിടേക്ക് എത്തിയെന്നും എവിടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പറയുന്നത് വന്നത്. അതോടുകൂടിയിട്ടാണ് എനിക്ക് പ്രൊട്ടക്ഷൻ വരുന്നത്. എന്നെ കൊല്ലാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് എന്നെ കൊണ്ടുപോയത് എവിടേക്കാണെന്ന് ലോകായുക്തയ്ക്ക് അതിനുള്ള അധികാരമുണ്ടോ? ലോകായുക്ത ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരമുണ്ട്. അങ്ങനെ അതൊരു ഫോറത്തിൽ അദ്ദേഹം പരാതി കൊടുത്തു. അത് ആ സമയത്ത് പെട്ടെന്നായി. അന്ന് എൻ്റെ ഓഫീസിലോ എൻ്റെ വീട്ടിലോ ആർക്കും അറിയില്ല. എന്നെ കൊണ്ടുപോയി കസ്ബ പോലീസ് സ്റ്റേഷനിലേക്കാണ്. പക്ഷേ കസ്ബ പോലീസ് സ്റ്റേഷനിലോ എവിടെ ഞാനില്ല, ഒരു വിവരമില്ല, ആർക്കും അറിയില്ല ഞാൻ എവിടെയാണെന്നുള്ളത്. അങ്ങനെ തിരുവനന്തപുരത്തുനിന്ന് എനിക്ക് എന്നെ ഉണ്ടായ സംഭവം എന്താ വെച്ചാൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എന്നെ എത്തിച്ച് അവസാനം എന്നെ കുറച്ച് സമയത്തിനുള്ളിൽ കഴിഞ്ഞപ്പോൾ എന്നെ ഒരു പോലീസ് വണ്ടി കയറ്റിക്കൊണ്ട് ചോദ്യം ചെയ്യാന്നുള്ളതിൽ കണ്ടത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വണ്ടി ഇളകാൻ സമയത്ത് അന്നത്തെ SI ഓടി വന്ന് രാധാകൃഷ്ണൻ നായർ ഓടി വന്നിട്ട് വണ്ടി നിർത്താൻ പറഞ്ഞ് എന്നെ ഇറക്കിയിട്ട് എന്നോട് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നത്, നന്ദകുമാറിന് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഇനി നന്ദകുമാറിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ക്രൈമിൻ്റെ ഒരു ആരാധകനാണ്, അപ്പം നന്ദകുമാർ വരുമെന്ന് പറഞ്ഞിട്ട് എന്നെ നെഞ്ചോട് ചേർത്തിട്ട് കൊണ്ടുപോയിട്ട് എനിക്ക് ഞാൻ പല്ല് കഴിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല, കുളിച്ചിട്ടില്ല, ഞാൻ അതേപടി ഇതാവാണ്. അങ്ങനെ എൻ്റെ മുമ്പ് എനിക്കൊരു കേസും ഇല്ല, ഇന്നേ വരെ എനിക്ക് ഇങ്ങനത്തെ ഒരു കേസേ ഇല്ല. അപ്പോൾ ദിവസം ഞാൻ പോലീസ് സ്റ്റേഷൻ പോണ ഒരാളാണ്. എന്നെ പിറ്റേ ദിവസം വിളിച്ചാൽ ഞാൻ വരും, കേസ് അന്വേഷണം പറഞ്ഞാൽ ഞാൻ തെളിവ് കൊടുക്കും, ഞാൻ പത്രസമ്മേളനം വിളിച്ച് പറയാൻ പോവുകയാണ്.
അപ്പോൾ അങ്ങനെ പി ശശിയുടെ ഡയറക്റ്റ് നേതൃത്വത്തിൽ ഈ കേസ് തിരുവനന്തപുരത്ത്, ഈ കേസിൻ്റെ അതിർത്തി തിരുവനന്തപുരമല്ല, ചെങ്ങന്നൂർ നടന്നു എന്നാണ് പരാതി. എന്നാൽ പി ശശിയുടെ ഡയറക്ഷൻ പ്രകാരം അന്നത്തെ പോലീസ് കമ്മീഷണറായ അരുൺ കുമാർ സിൻഹ പരാതിയുടെ പുറത്ത് എഴുതുകയാണ്, ഇന്ന വകുപ്പുകൾ പ്രകാരം നന്ദകുമാറിന് എതിരെ കേസെടുക്കണമെന്ന് 1999 ജൂൺ 30 വൈകുന്നേരം 4 മണിക്ക് എഴുതിയിട്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അയക്കുകയാണ്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇത് അയച്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് 8 മണിക്ക് ഞാൻ പത്രസമ്മേളനം നടന്ന വിവരം കിട്ടിയോടെ എടുക്കുന്ന കാര്യമാണ്. ശോഭന ജോർജിൻ്റെ ഒരു മൊഴി പോലും എടുക്കാതെ, എൻ്റെ കേസിൻ്റെ അതിൽ വാദത്തിൽ വന്നപ്പം CA പറഞ്ഞു, ഒരു മൊഴി പോലും എടുക്കാതെ അവർ ഫാക്സ് സന്ദേശം തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ അരുൺകുമാർ സിൻഹ കോഴിക്കോട് പോലീസ് കമ്മീഷണർക്ക് ഇത് അറിയിക്കാൻ എൻ്റെ ഓഫീസിൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാക്സ് സന്ദേശം കൊടുക്കുന്നത്. അങ്ങനെയാണ് എന്നെ എല്ലാ നിയമം വിരുദ്ധമായിട്ടാണ് നടത്തിയത്. എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് അതിനുശേഷം എന്നെ ജഡ്ജിൻ്റെ അടുത്ത് കൊണ്ടുപോയി ജഡ്ജിനോട് ഞാൻ കാര്യം പറയുകയാണ്, ഇതാണ് കാര്യം എന്ന് പറഞ്ഞാൽ ജഡ്ജ് കൃത്യമായി എനിക്ക് സമയം തരികയാണ്. രാത്രി 8 മണിക്കാണ് അന്നത്തെ CJMൻ്റെ അടുത്ത് എന്നെ വീട്ടിൽ കൊണ്ടുപോകുന്നത്, തിരുവനന്തപുരത്ത്. അപ്പോൾ എന്നെ ജയിലിലേക്ക് പറയാൻ അവിടെ യാതൊരു പ്രൊട്ടക്ഷൻ, ഞാൻ പറയാം എന്നെ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കൊല്ലുന്നുള്ള ക്രിമിനൽസിന് കയറ്റൊന്നും എന്നെ കൊല്ലുന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവം സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ സാധ്യത ഉണ്ടാവില്ല പറയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, അത് ഞാൻ ഏറ്റു. പിന്നെ ഇതിൽ ഞാൻ വായിച്ചിട്ട് എന്നെ വകുപ്പുകൾ പ്രകാരം നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ നിങ്ങൾ നടത്തി ബ്ലാക്ക് മെയിൽ ചെയ്തു, തട്ടിപ്പ് നടത്തി, പണം തട്ടിയെന്നൊന്നും എൻ്റെ അത് കാണുന്ന എന്നോട് സംഭാഷണം നടത്തിയപ്പം എന്നോട് അപ്പം തന്നെ വെളിപ്പെടുത്തുണ്ടായി. പിറ്റേ ദിവസം എനിക്ക് ജാമ്യം കിട്ടി. ജയിലിൽ കൊണ്ടുപോയി ഒരു ദിവസം ഇട്ടു. ഒറ്റ ദിവസം കിടന്നു. ഉച്ചയാകുമ്പോഴേക്ക് രാജശേഖരൻ നായർ വന്നു, എന്നെ അറിയിച്ചു എനിക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. രാജശേഖരൻ നായർ എന്ന് പറയുന്ന ആളാണ് ഇന്ന് എന്നെ രക്ഷപ്പെടുത്തിയത്. ഇല്ല ഞാനൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴും അയാളുടെ നല്ല ബന്ധമുണ്ട് എപ്പോഴും? തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. അതെ. അതിനുശേഷം കോടതിയിൽ 3 ദിവസം എന്നെ ചോദ്യം ചെയ്യാൻ അനുമതി കൊടുത്താണ് എനിക്ക് ജാമ്യം കിട്ടി. പിറ്റേ ദിവസം എന്നോട് 3 ദിവസം രാവിലെ 9 മണി മുതൽ 10 മണി വരെയാണ് സമയം. ആ സമയത്ത് ചെന്നപ്പോൾ ആരുമില്ല, പോലീസും ഇല്ല, അർത്ഥമില്ല. എന്നോട് ചോദിച്ചത് ഒന്ന്, ഈ പി ശശിയെ കുറിച്ചുള്ള അത് എവിടെ നിന്ന് കിട്ടി, ആര് തന്നു, കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള എവിടെ നിന്ന് കിട്ടി, MABPക്കുള്ള സ്വരലയുമായി ബന്ധപ്പെട്ട സാധനം കിട്ടി, സുകുമാർ അഴീക്കോടുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ എവിടെ നിന്ന് കിട്ടി, ഇതൊക്കെയാണ് എന്നോട് ചോദിച്ചത്. ശോഭനാജിനെ കേസിനെ കുറിച്ചൊന്നും ചോദിച്ചില്ല, കാരണം ഒന്നുമില്ലല്ലോ. ആ കേസിൽ എനിക്ക് 3 ലക്ഷം രൂപ സിവിൽ പിന്നീട് ഹൈക്കോടതി ഇത് കോഷ് ചെയ്യാൻ, പിന്നീട് ഒരിക്കൽ ഞാൻ ഉമ്മൻചാണ്ടിയെ കാണുകയുണ്ടായി. ഈ കേസ് എന്തായി? അതിൻ്റെ അറിയാം. പിന്നീട് ഉമ്മൻചാണ്ടിയെ ഒരിക്കൽ കാണുകയുണ്ടായി വഴിക്കിൽ വെച്ചിട്ട്. അപ്പം എന്നോട് ഉമ്മൻചാണ്ടി എന്നോട് ഒരു പ്രത്യേക കാര്യത്തിനോട് സംസാരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളല്ലേ എന്നെ മുമ്പ് കള്ളക്കേസിൽ കുടുക്കി ഇതാക്കിയത്, നിങ്ങൾ ആ സത്യാവസ്ഥ പഠിച്ചിട്ടുണ്ടോ, നിങ്ങളതിന് പരിഹാരം ചെയ്തിട്ടുണ്ടോ? അപ്പം എന്നോട് പറഞ്ഞു, അത് തെറ്റുപറ്റിപ്പോയി, ചതിയിൽ വീണതാണ്, ശോഭന ചതിയിൽപ്പെടുത്തിയതാണ്, പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇതാണ് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എപ്പോഴെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് നന്ദകുമാറിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം മുഖ്യമന്ത്രിയായ ശേഷം ഞാൻ പരാതി കൊടുത്തു. ഗവൺമെൻറ് അദ്ദേഹത്തെ നേരിട്ട് അറിയാമല്ലോ, എല്ലാ കാര്യം അറിയാം. അദ്ദേഹം ഉത്തരവിട്ടു. അങ്ങനെ കേസ് റദ്ദാക്കാൻ വന്ന സമയത്ത് ശോഭന ജ്യോതി എതിർത്തു. ഒബ്ജക്ഷൻ പറഞ്ഞ ശേഷം ഹൈക്കോടതി വന്നു. ഹൈക്കോടതി ജസ്റ്റിസ് രാംകുമാർ സുപ്രധാനമായൊരു വിധി കൂടെ അത് എന്നെ കുറ്റവിമുക്തനാക്കി. അതിൻ്റെ കൃത്യമായി പറയുന്നുണ്ട്, പി ശശിയും, അത് പൊളിറ്റിക്കൽ സെക്രട്ടറി, പ്രൈവറ്റ് സെക്രട്ടറി, അന്ന് പോലീസ് കൈകാര്യം ചെയ്യുന്നത് പി ശശിയാണ്. പി ശശിയും പിന്നെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരും കുറ്റകരമായ ഭരണകൂട ഭീകരതയാണ് നടത്തിയിരിക്കുന്നത്. എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. 1. 2. ശോഭന ജോർജ് കൊടുത്ത പരാതി ചെങ്ങന്നൂരാണ്. അവർ മൊഴി ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് വ്യാജരേഖ മൊഴിയാണ് കൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റവിമുക്തനാക്കി. എന്താണ് ശോഭന ജോർജിൻ്റെ കേസ്? എന്താ ബ്ലൂ ഫിലിം കേസ്? എന്താണ്? അതായത് അവർ MLA ഒക്കെ ആയിരിക്കുന്ന സമയത്ത് അധികാരത്തിന് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുന്ന ഒരു ലേഡിയായിരുന്നു. അത് പറയാൻ വിട്ടുപോയി, ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഒരു കഥയുണ്ട്. അപ്പം അവർ കുഞ്ഞാലിക്കുട്ടിയുമായി മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് പോകണമെന്നുള്ള ഒരു വിവരം കിട്ടിയിരുന്നു. ആ സമയത്ത് കുഞ്ഞാലിക്കുട്ടിയെ വലയിൽ വീഴ്ത്തി മുസ്ലിം ലീഗിനെ സ്വാധീനിച്ച് നിലനിർത്താൻ വേണ്ടിയിട്ട് ശോഭന ജോർജിനെ ഉപയോഗിച്ച് ഡൽഹിയിലെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ചിത്രീകരിച്ചതാണ് ഈ ബ്ലൂ ഫിലിം കാസറ്റ്. ഈ കാസറ്റ് വെച്ചിട്ടാണ് കുറേ കാലം കരുണാകരൻ തായിരുന്നത്. ശോഭന ജോർജിനെ കുറിച്ച് ഞാൻ സ്റ്റോറി ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്താണ് എനിക്ക് ഇവർ ഗ്രൂപ്പുകളിലുള്ള പ്രശ്നം കാരണം എനിക്കിത് സാധനം കിട്ടുന്നത്. ഈ സാധനം കിട്ടിയതിന് ശേഷം ഇത് വലിയൊരു ആറ്റം ബോംബാണ്. ആ ലക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അടുത്ത ലക്കത്തിൽ അടിക്കേണ്ട സാധനം അത്. ഇത് പുറത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഭയങ്കര ഭൂകമ്പം ഉണ്ടാക്കും.
ആ ഇത് നിർബന്ധമായും ഇവർക്ക് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് ശോഭന ജോർജിൻ്റെ പരാതിയിൽ തന്നെ എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് സാധനം എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോയി. പക്ഷേ ഞാൻ അതിന് ശേഷം പരാതി കൊടുത്തു, എനിക്ക് ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം മടക്കി തരണം എന്ന് പറഞ്ഞിട്ട്. അവസാനം എനിക്ക് കിട്ടിയ മറുപടി എന്താ വെച്ചാൽ അത് ഞങ്ങൾ DGP അവിടെ നിന്ന് കിട്ടിയ ഇതെല്ലാം കൂടെ ഞങ്ങൾ കോഴിക്കോട് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കോഴിക്കോട് കമ്മീഷൻ ഓഫീസിലേക്ക് അയച്ച കത്തിന് മറുപടിയായി കിട്ടിയിരിക്കുന്നത് അതെല്ലാം ഞങ്ങൾ നശിപ്പിച്ചു എന്നാണ്. അപ്പോൾ ഇല്ല, ഡോക്യുമെൻ്റ് ഇല്ല എന്ന് പറയുന്നു. പക്ഷെ ഇതൊക്കെ ആരുടെ കയ്യിലുണ്ടാവും? പിണറായി വിജയൻ്റെയും P ശശിൻ്റെയും കയ്യിലുണ്ടല്ലേ ഇപ്പോൾ ശോഭന ജോർജ് മറുകണ്ഠം ചാടിയിട്ട് ഇപ്പം കോൺഗ്രസിൻ്റെ കൂടെ അല്ല CPM-ൻ്റെ കൂടെ ചേർന്നിരിക്കുന്നത്. ഈ കേസറ്റ് ഉള്ളിടത്തോളം കാലം ശോഭന ജോർജിന് വേറെ വഴിക്ക് പോകാൻ പറ്റില്ല. ഇത്ര വൃത്തികെട്ട സ്ത്രീകളെയൊക്കെയാണ് പിന്നെ പിണറായി വിജയൻ കൂടെ കൂട്ടിയിട്ട് ഇത്ര ഭരണം ഭരിക്കുന്നത്. പിന്നെ എങ്ങനെ ഈ നാടെങ്ങനെ ശരിയാവും? ഈ കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം വിഷയവും എന്താണ് ഇതുമായിട്ട് ഇത് രണ്ടുകൂടാണല്ലോ അന്നത്തെ ഈ വിഷയം അതാണല്ലോ. ഐസ്ക്രീം അന്ന് നിങ്ങൾ അറസ്റ്റിലേക്ക് നയിച്ചത് ഈ രണ്ട് വിഷയമാണ്. അല്ല, അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഈ ഐസ്ക്രീം പാർലർ പെൺവാണിഭത്തിലെ രേഖ P ശശീൻ്റെ ഓഫീസിൽ നിന്ന് ഞാൻ ചോർത്തെടുക്കുകയാണ്. അവിടെ ഒരു മുരളീധരൻ എന്ന് പറഞ്ഞ സെക്രട്ടറി ഉണ്ടായിരുന്നു, ഈ കേന്ദ്ര നല്ല മനുഷ്യന്. അങ്ങനെ ഇത് കിട്ടിയതിന് ശേഷം ഞാനത് പബ്ലിഷ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ മനുഷ്യനോട് എപ്പോഴും മരിച്ചുപോയി. അപ്പം ഇതെനിക്ക് കിട്ടിയതിന് ശേഷം ഞാൻ പബ്ലിഷ് ചെയ്യുന്നു. അതിൽ ഈ കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രതിയാണെന്നുള്ള സാധനം അടിക്കുന്നു. അടിച്ചോട് കൂടിയിട്ട് ഇയാൾക്ക് യാതൊരു രക്ഷയില്ല. പക്ഷെ ആ കേസ് അന്ന് പിന്നീട് ഇതിന് ശേഷം 2001 ജൂൺ മാസത്തിൽ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം അയക്കാനണി മന്ത്രിസഭ വന്ന ശേഷം നമ്മുടെ ഒരു റജീന എന്നുള്ള പെൺകുട്ടിയാണല്ലോ അതിൻ്റെ മുഖ്യപ്രതി. എനിക്കതിന് മുമ്പേ ഞാനൊരു അന്വേഷണം നടത്തിയപ്പോൾ എനിക്കൊരു വിവരം കിട്ടി, റജീനയെ ഒരു 164 സ്റ്റേറ്റ്മെൻറ്റിൽ കള്ളത്തരമുണ്ടെന്നുള്ളത്. അങ്ങനെ റജീന കുട്ടീനെയും പിടിച്ചിട്ട് TV പ്രത്യക്ഷപ്പെട്ട മാതിരി ഇന്ത്യ വിഷൻ ചാനൽ പ്രത്യക്ഷപ്പെടുകയാണ്. എൻ്റെ ഓഫീസിൽ വരികയാണ് 2001. അതെ, ഞാൻ പബ്ലിഷ് അന്ന് ഇന്ത്യ വിഷൻ ചാനലിൽ വന്നിട്ടില്ലല്ലോ. അങ്ങനെ റജീന എൻ്റെ ഓഫീസിൽ വന്നിട്ട് കുട്ടീനെയും കൊണ്ടുവന്നൊരു കല്ലെടുത്തിട്ട് എന്നെ എറിയാണ്. ഇങ്ങനെ വന്ന് ആരും എന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വലിയൊരു കല്ലെടുത്ത്, ഭാഗ്യം കൊണ്ട് ഇതേപോലെ വലിയൊരു അവിടെ ഓഫീസ്, കോഴിക്കോട് ഓഫീസ്, കല്ലെടുത്താണ് എൻ്റെ ഇത് കൂടെ അങ്ങനെ പോയി. ഭാഗ്യത്തിന് കല്ലലോക്ക് അതായിട്ട് വന്നിരിക്കണം. അപ്പോൾ അവർ പറയുന്നത്, എടാ നീ കണ്ടിട്ട് കുഞ്ഞാലിക്കുട്ടി എന്നെ ഇതാക്കുന്നത്, ഞാൻ ആരോട് വെച്ചിട്ട് പബ്ലിഷ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ട്. അവിടെ കിടന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി എന്നിട്ട് പറഞ്ഞ് ഈ ബിൽഡിങ് ഇതേപോലെ ഒരു ബിൽഡിങ്ങിന് 3-ാം നിലയാണ്, 3-ാം നിലയിൽ നിന്ന് എടുത്തു ചാടി അവർ ആത്മഹത്യ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഒരു കേസിലെ മുഖ്യ സാക്ഷിയെ തന്നെ ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുക ശരിയല്ല. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് എന്നോട് അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജ് പറഞ്ഞു, അവരെ 164 ഇതിൽ കേസിൽ സത്യമാണ്, ഈ സംഭവങ്ങളെല്ലാം സത്യമാണ്. അതിനെക്കുറിച്ചും പറയാം. കുഞ്ഞാലിക്കുട്ടി തന്നെ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, തെറ്റ് പറ്റിയിട്ടുണ്ട്. അയാൾ വലിയൊരു മനസ്സെന്ന് പറയുന്ന അവിടെയാണ്. അപ്പോൾ 164 സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഈ കുട്ടീനെ ഉപയോഗിച്ചിട്ടാണ് 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. എന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ ഈ കേസിൽ തെളിവില്ല, തെളിവുണ്ടായ മാത്രമേ വ്യക്തമായ തെളിവ് വേണമെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ കൊണ്ട് 164 സ്റ്റേറ്റ്മെൻറ്റ് അജിത കൊടുപ്പിച്ചതാണ്. അപ്പോഴേ മഞ്ചേരി സുന്ദർരാജ് പറഞ്ഞിരുന്നു ഈ കുട്ടിയെ കൊടുപ്പിക്കരുത്, ആ കുട്ടി ജനീനല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് 164 സ്റ്റേറ്റ്മെൻറ്റ് കള്ളമൊഴിയാണ് കൊടുപ്പിച്ചതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഇതിലെനിക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ ഓഫീസ് ആക്രമിച്ച കേസിൽ റാവുഫ് കേസിൽ കേസ് നടക്കാൻ പോവുകയായിരുന്നത്. അയാൾ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തതിന് ശേഷം ആ സമയത്ത് ആ കേസ് എങ്ങനെയും സെറ്റിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇത് വന്നു. അപ്പം ഞാൻ അതിന് തയ്യാറില്ല. എറണാകുളത്തുള്ള ഒരു ഡോക്ടർ, ഒരു പ്രമുഖനായ ഡോക്ടർ എന്നോട് ബന്ധപ്പെട്ട് പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടിയുടെ ഭാര്യ നന്ദകുമാറിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, ചെയ്തു പോയ കാര്യങ്ങൾ, വന്നു പോയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കുറ്റബോധമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, അതുകൊണ്ട് നന്ദകുമാർ ഈ ഐസ്ക്രീം പാർലറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിനൊന്ന് നന്ദകുമാറിനെ കാണണം, കുഞ്ഞാലിക്കുട്ടി എന്നെ നേരിട്ട് കാണാനൊരു അവസരം ഉണ്ടാവണമെന്ന് പറയാം. അപ്പം ഈ കേസുകളെല്ലാം അവസാനിപ്പിക്കണം, റൌഫിനെതിരെയുള്ള കേസ് പിൻവലിക്കണം. ഞാൻ പറഞ്ഞു, അതിൻ്റെ അകത്ത് പറഞ്ഞു, ഒന്ന് കുഞ്ഞാലിക്കുട്ടി എന്നെ വാർത്ത പ്രസിദ്ധീകരിച്ച് ഞാൻ 100% സത്യമാണ്. എന്നാൽ റൌഫിനെ പറ്റിയുള്ള കേസിൽ അദ്ദേഹം എന്നോട് മാപ്പ് പറയണം. എൻ്റെ ഡിമാൻഡ് അതാണെങ്കിൽ ഞാൻ നേരിട്ട് എന്നോട് പറയണം. കാരണം ഞാൻ പത്രപ്രവർത്തനം എന്നുള്ള രൂപത്തിൽ ഞാൻ പബ്ലിഷ് ചെയ്ത വാർത്തയാണ്, ഞാനൊരു കള്ളത്തരം കാണിച്ചില്ല. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് എന്നോട് മാപ്പ് പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എറണാകുളത്തൊരു ഹോട്ടലിൽ വെച്ചിട്ട് ഞങ്ങൾ കൂടിക്കണ്ടു. അദ്ദേഹം എന്നോട് കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു, വന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണ്, നിങ്ങളെ കൊല്ലാൻ വേണ്ടി എൻ്റെ പാർട്ടി പ്രവർത്തകർ വലിയ ആയുധങ്ങളുമായിട്ട് പല സ്ഥലത്തും പുറപ്പെടാൻ പോകണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങളവിടെ നിൽക്കൂ, ഞാനവിടെ എത്തിയിട്ട് നിങ്ങൾ പുറപ്പെട്ടാൽ മതി.
അതുകൊണ്ട് നിങ്ങൾ പിന്നെ അല്ലെങ്കിൽ ശരിയായ വിധത്തിൽ നിങ്ങൾക്ക് ക്രമീകരിക്കാൻ പറ്റില്ല, എന്നെ കൊല്ലാനുള്ള പരിപാടി. അങ്ങനെ അദ്ദേഹം എത്തിയിട്ട് പറയും, നിങ്ങൾക്ക് എന്നോട് വല്ല സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പോകരുത്. കാരണം അദ്ദേഹം നന്ദകുമാർ ഈ കല്ലട സുമാൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സമയത്ത് എറണാകുളത്ത് കേസരി മെമ്മോറിയൽ പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ടാണ് ഇത് കോപ്പി റിലീസ് ചെയ്തത്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നന്ദകുമാറിനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനാണ് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനെ പോറൽ പോലെ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളെ കടമയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പാർട്ടി പ്രവർത്തകർ പല സമയത്തായിട്ട് നന്ദകുമാറിന് എനിക്ക് വിരോധമില്ല. പക്ഷെ റൌഫ് എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ അകത്ത് എനിക്കറിയാം, റൌഫ് ഇല്ലാത്തതടക്കം ഇതാക്കി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള രൂപത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഈ കേസിൽ റൌഫ് നിങ്ങൾ ഈ ഞാനുമായി ബന്ധപ്പെട്ട കേസിലായതുകൊണ്ട് നിങ്ങൾ ഇതാവണം. അതിന് ഞാൻ മാപ്പ് പറയണം, ഉണ്ടായ സംഭവത്തിൽ ഞാൻ കുറ്റമാണ്. പിന്നെ നന്ദകുമാർ എഴുതിയെല്ലാം ശരിയാണ്, പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഞാൻ ചില തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനി മേലിൽ എൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കില്ല. ഞാനൊരു നല്ല മനുഷ്യനായിട്ട് മാത്രമേ ജീവിക്കുള്ളൂ എന്ന്, തെറ്റുകൾ പറ്റാതെ ആരും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ഞാനത് നിർത്തിവെക്കുക. പിന്നെ അതിന് ശേഷം വളരെ രസകരമായ സംഭവങ്ങൾ ഐസ്ക്രീം പാർലർ പെൺവാണിപ്പത്തിലുണ്ടായി. 2004 തോന്നുന്നു ഇന്ത്യ വിഷൻ ഈ സംഭവം പുറത്ത് വരുന്നത്. റെജീന എന്നുള്ള പെൺകുട്ടി ഇതേപോലെ വരികയാണ് ഇന്ത്യ വിഷനിൽ. റെജീന ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് റൌഫിൻ്റെ കളിയാണെന്നുള്ളത്. റൌഫ് പൈസ കൊടുത്ത് എപ്പോഴൊക്കെ കുഞ്ഞാലിക്കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ കിട്ടണോ, കുഞ്ഞാലിക്കുട്ടീനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ആരാ പൈസ കൊടുക്കുന്നത് അറിയാമോ? വിദേശത്തും ഇന്ത്യയിലുമുള്ള വലിയ കോടീശ്വരന്മാരാണ്, യൂസഫ് അങ്ങനെ പ്രമുഖരായ ലിസ്റ്റുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞാൽ തന്നെ അവർ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് അവർ പൈസ കൊടുത്തു. 10-18 കോടി റുപ്യ ഇതിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. ഇതൊക്കെ റൌഫ് തട്ടിയെടുത്താണ്, കുറേ പെൺകുട്ടികൾ കൊടുക്കും. അപ്പോൾ ഈ പൈസ കിട്ടാതെ വന്നപ്പോൾ ഈ ബ്ലാക്ക് മെയിലിംഗ് മനസ്സിലാക്കിയതോടുകൂടി ഈ ഊരാ കൊടുക്കുന്ന എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള കുഞ്ഞാലിക്കുട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് എൻ്റെ അടുത്ത് ഈ കാര്യത്തിന് വരുന്നു ഇതൊക്കെ തന്നെ. അല്ല, ഈ ഇന്ത്യ വിഷയിൽ ഇത് രണ്ടാമത് പ്രത്യക്ഷപ്പെടുന്നു. അപ്പം ഞാൻ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞു, ഇത് ഈ പെൺകുട്ടിയെ വിശ്വസിക്കരുത്, ഇങ്ങനെയൊക്കെ സംഭവം. പക്ഷെ അന്ന് എന്നെ പത്രക്കാരിലും കൂടെ കീറി മുറിക്കാൻ വന്നു. കാരണം ഞാൻ കൊണ്ടുവന്ന വാർത്ത, ഞാൻ കൊണ്ടുവന്ന തെളിവ്, പക്ഷെ ഞാൻ തന്നെ പറയുന്ന ഈ പെൺകുട്ടി ശരിയല്ല. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് എന്നെ ആരോപണം അങ്ങനെ ഇതായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിത് അധികം സമയം വേണ്ട, ഈ പെൺകുട്ടിയെ നിങ്ങൾക്ക് മനസ്സിലായി. അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇന്ത്യ വിഷയിൽ ഈ പെൺകുട്ടി പറഞ്ഞു, ഇതെല്ലാം കള്ളമാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, എന്നെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചാണെന്ന് ആ കുട്ടി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സത്യമായി. അതുവരെ പത്രക്കാർ ഭയങ്കര ഇതാക്കേണ്ടിരുന്ന സംഭവത്തിൽ ഒന്നുമില്ല. അതിൽ കുഞ്ഞാലിക്കുട്ടി രാജിവെക്കേണ്ടി വന്നു. ആരാ രാജിവെക്കാൻ കാരണം? ഈ കേസ് അട്ടിമറിച്ച, ഈ കേസിൽ പണം വാങ്ങിയ CPM ഉപയോഗിച്ച, ഈ കേസ് ഉപയോഗിച്ച് കേരളത്തിൽ ആദ്യമായിട്ട് ബ്ലാക്ക് മെയിലിങ്ങിലൂടെ ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കേസ് അട്ടിമറിക്കുന്നതും അതിൽ പ്രമുഖ നേതാവിനെ വെച്ചിട്ട് കാര്യലാഭം നേടുന്നതും ഒരു ചാനൽ ഉണ്ടാക്കുന്നതും അതേപോലെ പണം വാങ്ങുന്നതുമായ കാര്യമുണ്ടായിട്ടുള്ള ഒരു കേസാണിത്. ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് 1 കോടി റുപ്യ പി ശശി മേടിച്ചു എന്നുള്ളത്. അതിനെതിരെ EK നായനാരും പിന്നെ PCC എനിക്ക് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നുണ്ട് MK ദാമോദരൻ വഴിയിട്ടാണ് എനിക്ക് നോട്ടീസ് അയച്ചത്. ആ നോട്ടീസ് മറുപടി കൊടുത്താണ് ഞാൻ. അപ്പം ഇതുവരെ എനിക്ക് കേസ് ഫയൽ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള തെളിവുള്ള ഒരു സംഭവത്തിലാണ് ഈ കേസ് അട്ടിമറിക്കാൻ CPM അന്ന് തുടങ്ങിയതാണ്. CPMൻ്റെ പരിപാടി 1996 കാലഘട്ടത്തിൽ 1 കോടി അല്ലേ, 1 കോടി റുപ്യ പി ശശി വാങ്ങി എന്നുള്ള വ്യക്തമായ തെളിവ് എനിക്ക് കിട്ടിയിട്ടാണ് ഞാനത് പബ്ലിഷ് ചെയ്തത്. അത് അന്ന് മുതലാണ് പിണറായിയും ഇവരായിട്ടുള്ള ഈ പിണറായിൽ ഗൾഫിലൊക്കെ യാത്ര ചെയ്യാനും അതേപോലെ ചാനലിന് വേണ്ടി പ്രവർത്തിക്കാനും ഇവിടെയുള്ള പ്രമുഖ ബിസിനസ്സുകാരെയൊക്കെ അതിൽ ഉൾപ്പെടുത്തി ഗൾഫിൽ വലിയ 5 സ്റ്റാർ. അപ്പോൾ ഇപ്പോൾ പിണറായിയും കുഞ്ഞാലിക്കുട്ടിയും നല്ല ടൈംസിലാണ് ഇപ്പോഴും? അന്ന് മുതൽ ഇന്ന് വരെ പിണറായിയും കുഞ്ഞാലിക്കുട്ടി നല്ല ബന്ധത്തിൽ തന്നെയാണ്. അല്ലാതെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ടോ എൻ്റെ നല്ല സുഹൃത്താണ് പിണറായി വിജയൻ, പക്ഷേ രാഷ്ട്രീയത്തിൽ അദ്ദേഹം പാർട്ടി എന്ന് പറയുന്നത് നിശ്ചയിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം പറഞ്ഞതാ, അദ്ദേഹം എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പോയിട്ടില്ല, വാക്ക് തിരിച്ചിട്ടില്ല. എൻ്റെ അറിവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എപ്പോഴെങ്കിലും തെറ്റ് പറ്റിയതാവുകയാണെങ്കിൽ ഞാനത്, എൻ്റെ പത്രം എന്ന് പറയുന്നത് എൻ്റെ വാർത്ത പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആ വാർത്തയ്ക്കെതിരെ എന്നെ അറസ്റ്റ് ചെയ്യുകയും ഇങ്ങനെയൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാനാണ് ഇത് അനുഭവിച്ചുള്ള ആൾ, എനിക്ക് പ്രശ്നമല്ല. കാരണം എൻ്റെ ഭാഗ്യത്തിന് ഞാൻ സത്യം ചെയ്തുകൊണ്ട് സത്യമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അന്ന് രാജശേഖരൻ നായർ ഒരു പരാതി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ അന്ന് ജയിലിൽ വെച്ച് കൊല്ലപ്പെടുമായിരുന്നു. പി ശശി അന്ന് വേറെ കാര്യം കൂടി, അന്ന് പത്രങ്ങളെല്ലാം ഇതിനെ പറ്റിയിട്ട് വലിയ ഞാൻ ഇങ്ങനത്തെ ആളാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇത് ഞാൻ തുറന്നു പറയുന്നത്, ഞാൻ ബ്ലാക്ക് മെയിലറായിട്ട് മുദ്ര കുത്തുന്നതിന് CPM പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണ് ഇത്. അതായത് ഏത് ആളാണോ അവർക്കെതിരെ നീങ്ങുന്നത്
അവരെ ബ്ലാക്ക് മെയിലറായും അശ്ലീല പത്രക്കാരനായും മഞ്ഞപ്പത്രക്കാരനായും ആയിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒറ്റ ചോദ്യമാണ്, സ്വദേശാഭിമാനി എന്ന് പറയുന്ന ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തി എന്തിനാണ്? അദ്ദേഹം ദിവാനെതിരെയുള്ള അന്തഃപുര രഹസ്യങ്ങൾ, അദ്ദേഹത്തിനെതിരെയുള്ള ജാരസന്ധിയെ കുറിച്ചിട്ടൊക്കെ വാർത്ത പ്രസിദ്ധീകരിച്ചതിനാണ് അദ്ദേഹത്തെ നാട് കടത്തിയത്. അല്ലാതെ അതേപോലെ അഴിമതി പറഞ്ഞിട്ടുണ്ട്. ആ സ്വദേശാഭിമാനിയാണ് ദേശാഭിമാനി ഇവിടുത്തെ പത്രപ്രവർത്തകരും മുഖ്യ അവരെ ആചാര്യനായി കാണുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള അതല്ല, തെളിവുകളുടെ വെച്ചിട്ടാണ്. അല്ല, നിങ്ങളുടെ ഇത് തന്നെയാണല്ലോ എനിക്കെതിരെ ഇപ്പം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൂ. കാരണം നമ്മൾ സത്യം പറഞ്ഞാൽ അവരെ ഏത് തരത്തിൽ വായടപ്പിക്കാം.